Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. ന്യൂസ് അവർ ആരംഭിക്കുന്നു. ജനാധിപത്യത്തിന് ദേശീയ തലത്തിൽ തന്നെ ഭീഷണിയായിട്ടുള്ള ഘട്ടത്തിലാണ് രാജ്യമുള്ളതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. UDF ചെറുവത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം മടക്കര ടൗണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതയുടെ കരുത്തിന് മുതിർന്ന തലമുറ പിന്തുണ നൽകി വേണം മുന്നോട്ടു പോകാൻ. രാഷ്ട്രത്തിന്റെ സമ്പത്ത് യുവതിയുവാക്കളാണെന്നും IT രംഗത്തുൾപ്പെടെ അവരുടെ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജയിച്ചിരിക്കും, യാതൊരു സംശയമില്ല. ചെറുപ്പക്കാരിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥി ലീഗ് നിർത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പുതിയ തലമുറ ഇവർക്കെതിരാണ്. പുതിയ തലമുറക്ക് ഇതൊന്നും ഇഷ്ടമല്ല. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലോകം മുഴുവൻ സാങ്കേതിക വിദ്യ അതിവേഗം കുറിച്ചു പോവുകയാണ്. ഈ നൂറ്റാണ്ടിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷം പഞ്ചായത്ത് UDF ചെയർമാൻ പൊറായിക്ക് മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. TCC പ്രസിഡന്റ് PK ഫൈസൽ, UDF ജില്ലാ ചെയർമാൻ കലക്ടർ മാഹിൻ ഹാജി, പഞ്ചായത്ത് UDF കൺവീനർ DM സുകുമാരൻ, TC റഹ്മാൻ, AGC ബഷീർ, PKC റൌഫ്, അഷ്റഫ് പള്ളിക്കണ്ടം, സത്താർ വടക്കുംപാട്, ലത്തീഫ് നീലഗിരി എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാജേന്ദ്രൻ പയ്യാടകത്ത് 11ാം വാർഡ് വങ്ങാട്ട്, 14ാം ആടങ്കോട് കരുണാകരൻ മുട്ടത്ത്, 17ാം വാർഡ് തുരുത്തി മുന്താസ് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന തുരുത്തി ഡിവിഷൻ വിനോദ് കുമാർ, മുഹമ്മദ് അലി AP പഞ്ചായത്ത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഭാഗമായി LDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് റാലി നടത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഭാഗമായി LDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലി നടത്തി. റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല. അപ്പൊ പിന്നെ അപവാദ പ്രചരണം തുടങ്ങിയിരിക്കുകയാണ് ലീഗുകാരിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പ്രചരണത്തിന്റെ 1-2 കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കാതിരിക്കുന്നത് ഉചിതമാകില്ല. തൃക്കരിപ്പൂറാണ് അതിന്റെ ഒരു കേന്ദ്രം. ഈ പ്രചരണത്തിന്റെ പെട്രോൾ വില വർദ്ധിപ്പിച്ചതിനെതിരെ നിങ്ങൾ ഇടതുപക്ഷത്തെ തോൽപ്പിക്കണം. ഇതാണ് ഇതിൽ വന്നത്. ഇതിന്റെ അടിയിൽ ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ആരതാണ് എന്നുള്ളത് നാഥനുള്ളതാണെന്ന് മനസ്സിലായി. പെട്രോൾ വില വർദ്ധിപ്പിച്ചത് ആര്? പിണറായി വിജയൻ സർക്കാർ. ഞാനതിന്റെ സോഷ്യൽ മീഡിയ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് എടുത്ത പ്രിന്റ് ഔട്ടാണ്. പെട്രോൾ വില വർദ്ധിപ്പിച്ചു ആര്? ഇടതുപക്ഷം. അതുകൊണ്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം? UDFന് വോട്ട് ചെയ്യണം. കള്ളപ്പകിയന്മാരെ. E. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. CPIM സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രൻ, RJD സംസ്ഥാന സെക്രട്ടറി KP പ്രശാന്ത്, ജില്ലാ സെക്രട്ടറി VV കൃഷ്ണൻ, NCP സംസ്ഥാന സെക്രട്ടറി C. ബാലൻ, MV ബാലകൃഷ്ണൻ, BNP ഫൈസൽ, E. ഹരീഷ്, രവീന്ദ്രൻ മാണിയാട്ട്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി M. മനു, KV ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലി രക്തസാക്ഷി നഗറിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV സുമേഷും റാലി ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് നടന്ന റാലി രക്തസാക്ഷി നഗറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വിറകിന്റെ പുറകെ പോകാൻ പറ്റില്ല, അങ്ങനെ വിറകൊന്നുമില്ല. വീട്ടിനുള്ളിലേക്ക് ഗ്യാസ് എത്തുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി ഇവിടെ ഏതാണ്ട് 40 മണ്ഡലങ്ങൾ പൂർത്തിയായി മറ്റു മണ്ഡലങ്ങളിലേക്ക് നടപ്പിലാക്കാൻ പോവുകയാണ്. രണ്ട് സമാനമായ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തുടരുമ്പോഴും അടിസ്ഥാന വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോഴും ആധുനിക വികസന കാഴ്ചപ്പാടിനെ ഈ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കും. ഇങ്ങനെ നമുക്ക് മുന്നോട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ജപ്പാനിൽ 3 സെക്കൻഡ് കൊണ്ട് 250 കിലോമീറ്റർ പാസ് ചെയ്യുന്ന ട്രെയിൻ പുറത്തിറങ്ങി. എവിടെ രമേശൻ ഈ സ്റ്റെപ്പ് കയറിയിട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴേക്ക് ട്രെയിൻ എവിടെ എത്തുന്നറിയോ? എറണാകുളം പാസ് ചെയ്യും. M സതീശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KK ജയപ്രകാശ്, P സന്തോഷ്, V ബാലൻ, M രാഘവൻ, T ഗോപാലൻ, P രമേശൻ, K നാരായണൻ, PV നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. LDF എരമം കുറ്റൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും മാതമംഗലത്ത് നടന്നു. പൊതുസമ്മേളനം DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. LDF എരമംകുറ്റൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും മാതമംഗലത്ത് നടന്നു. മാതമംഗലം പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ആരംഭിച്ച പടുകൂറ്റൻ റാലി മാതമംഗലത്തെ ചുവപ്പണിയിച്ചു. തുടർന്ന് മാതമംഗലം ബസാറിൽ നടന്ന പൊതുസമ്മേളനം DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. മനുസ്മൃതിയുടെ പ്രത്യയശാസ്ത്രത്തിനു കീഴിൽ ഈ നാട്ടിലെ ശൂദ്രനു താഴെയുള്ള അധകൃതനും അധസ്ഥിതനും ഈഴവനും കീഴാളനുമായ സകല മനുഷ്യരെയും മുഖത്തിൽ കെട്ടി വലിക്കുന്നത് പോലെ ദുരിതസമാനമായ ജീവിതത്തിലേക്ക് നയിച്ചൊരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവികൾ നെഞ്ചുപൊട്ടിപ്പാടിയ വരികൾ അത്രയും ആ ഭൂതകാലത്തെ ചൂണ്ടിക്കൊണ്ടുള്ളതായിരുന്നു. ചങ്ങമ്പുഴ എന്ന മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി വാഴക്കുലി എന്ന കവിതയിലൂടെ അനാവരണം ചെയ്യുന്ന ഒരു ചിത്രമുണ്ട്. തൻ്റെ വീട്ടുമുറ്റത്ത് വാഴ നട്ടു നനച്ച് പുലയ ദമ്പതികളായ മക്കളും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളും വളർന്നു വലുതായി കുല വെട്ടിയെടുക്കുന്ന ദിനത്തിനായി കാത്തിരിക്കുന്ന അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ജന്മിയുടെ മാടമ്പിമാർ പ്രമാണിമാർ കാര്യസ്ഥൻ വന്ന് ആ കുഞ്ഞുമക്കളുടെ തീഷ്ണമായ കണ്ണുകൾക്ക് മുഖം കൊടുക്കാതെ വെട്ടിയെടുത്ത് പുല കൊണ്ടുപോകുമ്പോൾ വേദനയോടെ പ്രയാസത്തോടെ മക്കളെ ചേർത്തുപിടിക്കുന്ന ഈ പുതിയ ദമ്പതികളെ ചൂണ്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി പാടിയത് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാം. ജോസ് മാത്യു അധ്യക്ഷനായി. LDF നേതാക്കളായ KP ബാലകൃഷ്ണൻ, KR ചന്ദ്രകാന്ത്, ജോൺ മുണ്ടുമുറ്റം, K രാധാകൃഷ്ണൻ മാസ്റ്റർ, ജോസ് മറ്റത്തിൽ, P സജികുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അതിയടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം. കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രത്തിലെ മൂലഭണ്ഡാരം ക്ഷേത്രം കോയ്മമാർ സംഘാടക സമിതി ഭാരവാഹികളെ ഏൽപ്പിച്ചു. അതിയടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രത്തിലെ മൂലഭണ്ഡാരം മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനിൽ നിന്ന് ക്ഷേത്രം കോയ്മമാർ ഏറ്റുവാങ്ങി സംഘാടക സമിതി ഭാരവാഹികളെ ഏൽപ്പിച്ചു. 2026 ജനുവരി 30 മുതൽ ഫെബ്രുവരി 2 വരെയാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. ഇതുവരെ നടന്ന കളിയാട്ടങ്ങളിൽ വെച്ചിട്ട് ഓരോ കളിയാട്ടവും അത്രയും നല്ല മേന്മയോടുകൂടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ 13 വർഷത്തിന് ശേഷം നമ്മളെ ഈ കളിയാട്ടം ഒരു വലിയൊരു മാതൃകയാവണം എന്നുള്ളതാണ് ഓരോരോ വ്യക്തികളെയും ഏക മനസ്സോട് കൂടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ എല്ലാ ആൾക്കാരും പ്രവർത്തിക്കുന്നത്. 13 വർഷത്തിന് ശേഷമാണ് ഇന്ന് എല്ലാവരും ഒത്തുചേർന്നുള്ള ചടങ്ങാണ് ഇത്. കളിയാട്ട ഭണ്ണാര ഏൽപ്പിക്കൽ എന്ന് പറഞ്ഞ ചടങ്ങ് ഈ മുച്ചിലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദ്യത്തെ ചടങ്ങാണ്. സാധാരണഗതിയിൽ നിലമ്പണി മുതലാണ് ഇവിടെ തുടങ്ങാറ്. നിലമ്പണി ഇനി അടുത്ത 20-ാം തീയതി അടുത്ത തീയതിയിൽ നിലമ്പണി ദിവസം കണ്ട്
അതുമുതലാണ് കളിയാട്ടത്തിന്റെ ഒരു വിളിച്ച് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഒരു കൂട്ടായിലെ ഒരു പ്രവർത്തനം ഇവിടുന്ന് മുതൽ അങ്ങോട്ടേക്കാണ് ശരിക്ക് ആരംഭിക്കുന്നത്. കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങോടെ ഭുവനി മാതാവിന്റെ പന്തൽമംഗലത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിന്റെ ഭാഗമായി അരങ്ങിൽ അടിയന്തരവും അന്നദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം രാമപുരത്ത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗിലൂടെ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. വിളവെടുപ്പ് ഉദ്ഘാടനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ജയരാജൻ നായർ നിർവഹിച്ചു. ചെറുതാഴം കൃഷിഭവന്റെ നേതൃത്വത്തിൽ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞ പദ്ധതി വഴി പി കുഞ്ഞമ്പു നടപ്പിലാക്കിയ ഓപ്പൺ ഡിസിഷൻ ഫാമിംഗ് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ജയരാജൻ നായർ നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ശ്രീ കുഞ്ഞമ്പുവേട്ടൻ ഇവിടെ ഈ രാമപുരം പുഴയുടെ തീരത്ത് ചെയ്ത ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന പദ്ധതിയിലൂടെ ചെയ്തിട്ടുള്ള പച്ചക്കറിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടന്നത്. ഇതിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന നൂതന കൃഷി രീതി അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ കയ്പ, അതുപോലെ തന്നെ താലോലി, പയർ, വെള്ളരി തുടങ്ങിയ വിളകൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നേന്ത്രവാഴയും കൃഷി ചെയ്തിട്ടുണ്ട്. രാമപുരം പുഴയോരത്ത് 25 സെന്റ് സ്ഥലത്താണ് കണ്ണപുരം സ്വദേശിയായ പി കുഞ്ഞമ്പുവിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളത്. പാവൽ, താലോലിക്ക, പയർ, വെണ്ട, കക്കിരി എന്നിവ കൂടാതെ നേന്ത്രവാഴയും ഈ സ്ഥലത്ത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗിലൂടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. വെള്ളത്തോടൊപ്പം വളവും നൽകുന്ന ഫെർട്ടിഗേഷൻ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളവും വളവും നൽകിയാണ് ഈ കൃഷിരീതി നടപ്പിലാക്കുന്നത്. ചെറുതാഴം കൃഷിഭവന്റെ സഹകരണത്തോടുകൂടി വയലപ്ര കായൽ പുഴയോര തീരത്ത് ഉള്ള അനുയോജ്യമായ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇവിടെ കയ്പ, താലോരി, പയർ, കക്കിരി, വെള്ളരി മുതലായവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചെറുതാഴം കൃഷിഭവൻ്റെ നല്ലൊരു സഹകരണത്തോടു കൂടി ചെയ്യുന്ന ഈ കൃഷി മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് വാഴയുണ്ട്. വെള്ളം ഡ്രിപ്പ് വഴിയാണ് കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പുതയിടുകയും തുള്ളിനന രീതി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ കൃത്യമായ അളവിൽ ജലസേചനം നടത്താനും സാധിക്കുന്നു. കള നിയന്ത്രിക്കുവാനും പ്ലാസ്റ്റിക് മൾച്ചിക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വിളവെടുപ്പ് ഉദ്ഘാടന പരിപാടിയിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശൻ പേരൂൽ, കൃഷി അസിസ്റ്റന്റ് ശാരദാദേവി PP, കൃഷി ഉദ്യോഗസ്ഥരായ സ്മിത K, ഷൈമ PV, ജിഷ KV എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലത്ത് രൂപീകരിച്ച തീയക്ഷേമ സഭ പ്രഖ്യാപിച്ച സമീപനത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപണവുമായി സംഘടനാ അംഗങ്ങൾ. സംഘടന ഇപ്പോൾ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ സംഘടനയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ മുഴുവൻ അംഗങ്ങളും തയ്യാറാകണമെന്നും ഒരു വിഭാഗം അംഗങ്ങൾ പിലാത്തറയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുഞ്ഞിമംഗലത്ത് രൂപീകരിച്ച തീയക്ഷേമ സഭയുടെ മുദ്രാവാക്യങ്ങൾ ആകർഷകരായി കൂടെ നിന്നവരുമാണ്. പക്ഷേ ഇപ്പോഴത്തെ തീയക്ഷേമ സഭയുടെ സമുദായ താല്പര്യത്തെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സഭ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് താല്പര്യം സഭയ്ക്ക് ഇല്ല എന്നുള്ള സാമാന്യമായ ചിന്താഗതിയിലാണ് ഞങ്ങൾക്കൊക്കെ അതിൽ ആകർഷകരാകാൻ സാധ്യതയുണ്ടായത്. ഒരു ഘട്ടത്തിൽ തീയസഭ രൂപീകരിച്ചപ്പോൾ ഞാനിതിൽ ഒരു ഇൻട്രഡക്ഷൻ തന്നെ നിങ്ങൾക്ക് തന്ന റിപ്പോർട്ടിൻ്റെ പ്രകാരം തന്നെ ഞാനിതിൽ നോക്കിയിട്ട് തന്നെ കൃത്യമായി പറയുന്നതാണ് ഗുണം ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ താല്പര്യം സഭയ്ക്ക് ഉണ്ടാകില്ലെന്നുമാണ് ആദ്യഘട്ടത്തിൽ സഭ രൂപീകരിക്കുമ്പോൾ മുന്നിട്ടിറങ്ങിയവർ വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ സമുദായ താല്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും രാഷ്ട്രീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത്തരം നീക്കം സമുദായത്തെ വഞ്ചിക്കലാണ്. നിലവിൽ ഞങ്ങളൊക്കെ ഉണ്ടായ മനസ്സിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സമുദായങ്ങൾക്ക് എന്തൊക്കെയാണോ നേടാനുള്ളത് ആ ഒരു വിശ്വാസപ്പുറത്തും മുദ്രാവാക്യങ്ങൾ ആകർഷകരമായിട്ടാണ് ഞങ്ങൾ ഒരുപാട് ഈ തീയന്മാർ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ പുറത്തും നമ്മളൊരു ആവേശത്തിൻ്റെ പുറത്തുമാണ് ഞങ്ങൾ ഇതിലൊക്കെ വന്നിട്ടുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നാട്ടിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിമംഗലത്ത് പ്രവർത്തിക്കുന്ന തീയക്ഷേമ സഭ രൂപവൽക്കരണ സമയത്തെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് കക്ഷി രാഷ്ട്രീയ താൽപര്യത്തിന് പിറകെ പോകുന്നതായി ഒരു വിഭാഗം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട തീയ സമുദായാംഗങ്ങൾ ഉൾപ്പെട്ടതാണ് തീയക്ഷേമ സഭ.
എന്നാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് സംഘടനയുടെ ചില ഭാരവാഹികൾ. മാത്രമല്ല, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കെതിരായ ദുഷ്പ്രചരണങ്ങൾക്കും തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനുള്ള ആഹ്വാനവുമാണ് തീയക്ഷേമ സഭയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. തീയ സമുദായത്തിന് പ്രത്യേക സംവരണം, തീയ സമുദായത്തെ സർക്കാർ രേഖകളിലും വരുന്ന സെൻസസിലും സ്വതന്ത്രമായി രേഖപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു സംഘടനയുടെ രൂപീകരണം. എന്നാൽ നേതൃത്വം സംഘടിതമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന നിലപാടിലേക്ക് മാറിയത് ദുരൂഹമാണെന്നും ഇവർ ആരോപിച്ചു. ദീർഘകാലമായി സാമൂഹിക സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായി നിലകൊള്ളുന്ന കുഞ്ഞിമംഗലത്തെ സമാധാനപരമായ ജീവിതത്തെ തകർക്കുന്ന പ്രചരണങ്ങൾ ചില കേന്ദ്രങ്ങൾ ആസൂത്രിതമായി നടത്തുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. രൂപീകരിക്കുമ്പോൾ വ്യക്തമാക്കിയ പ്രഖ്യാപിത സമീപനങ്ങളിൽ നിന്ന് മാറിയ സംഘടനയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ മുഴുവൻ അംഗങ്ങളും തയ്യാറാകണമെന്നും MP വിനോദ് കുമാർ, കുപ്പത്തി കൃഷ്ണൻ, A ഗോവിന്ദൻ, K സുനിത എന്നിവർ പിലാത്രയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി ശ്രീ തിരുവർക്കാട്ടുകാവിൽ തൃക്കാർത്തിക ദീപം തെളിഞ്ഞു. ദേവി ആദിപരാശക്തിയുടെ ദിവ്യജന്മദിനമായ തൃക്കാർത്തിക ദിനത്തിന്റെ ഭാഗമായി ചെറുതാഴം ദിലീപും സംഘവും അവതരിപ്പിച്ച വിശേഷാൽ തായമ്പകയും അരങ്ങേറി. ഉത്തര കേരളത്തിലെ ശാക്തേയ കാവുകളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന മാടായി തിരുവർക്കാട്ടുകാവിൽ തൃക്കാർത്തിക ദിനത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദേവി ആദിപരാശക്തിയുടെ ദിവ്യ ജന്മദിനമായി ആഘോഷിക്കുന്ന മഹത്തായ ദിനത്തിൽ ക്ഷേത്രം അരയാൽത്തറ മുതൽ ദീപം തെളിയിച്ചു. ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് ദീപം തെളിയിച്ചത്. ക്ഷേത്രം നവീകരണ സമിതി ഭാരവാഹികളും ജീവനക്കാരും പങ്കാളികളായി. ചെറുതാഴം ദിലീപിന്റെ നേതൃത്വത്തിൽ നടന്ന വിശേഷാൽ തായമ്പക ശ്രദ്ധേയമായി. തൃക്കാർത്തിക ദിനത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ദേവീപ്രസാദവും വിതരണം ചെയ്തു. വാദ്യകലാകാരൻ ചെറുതാഴം ദിലീപിനെ ആദരിച്ചു. CP നാരായണൻ ഉപഹാരം നൽകി. KVN ബൈജു, N നാരായണൻ, T കൃഷ്ണപിടാരർ, A രാകേഷ്, പത്മനാഭൻ PV, സനീഷ് P കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കോളേജ് 989-91 പ്രീ ഡിഗ്രി സയൻസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സുഹൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്യുന്നു. ഡിസംബർ 8-ന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ കേരള നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം നിർവഹിക്കും. പയ്യന്നൂർ കോളേജ് 1989-91 പ്രീ ഡിഗ്രി സയൻസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സുഹൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 16 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 50 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്യുന്നു. 2025 ഡിസംബർ 8-ന് രാവിലെ 10 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ TI മധുസൂദനൻ വിശിഷ്ടാതിഥിയാകും. പയ്യന്നൂർ കോളേജിൽ കഴിഞ്ഞ അധ്യയന വർഷം നടന്ന സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിൽ വെച്ചാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയത്തിലെത്തുന്നതിന് ഉപകരിക്കുന്ന തരത്തിൽ സൈക്കിൾ വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതി ഔപചാരികമായി പ്രഖ്യാപിച്ചതെന്ന് കൂട്ടായ്മ പ്രതിനിധികൾ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജേഷ് KKP, രാധ K, രാജേഷ് മാവില, സുഗതൻ K, സുരേഷ് കുമാർ OV, മനോജ് DV, സീന KV എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്നൂർ തലയനേരി ശ്രീ പൂമാല ഭഗവതിക്കാവിൽ പാട്ടുത്സവത്തിന് തുടക്കമായി. ഉത്സവ ദിനങ്ങളിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും. അന്നൂർ തലയനേരി ശ്രീ പൂമാല ഭഗവതിക്കാവിൽ പാട്ടുത്സവത്തിന് തുടക്കമായി. ഉത്സവ ദിനങ്ങളിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും. 1-ാം ദിവസമായ ഡിസംബർ 4-ന് കാവിൽ കാർത്തിക വിളക്ക് തെളിയിച്ചു. ഉത്സവത്തിന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ കൈകൊട്ടികളി, ഫ്യൂഷൻ തിരുവാതിര, ഫ്യൂഷൻ ഡാൻസ്, മെഗാ മ്യൂസിക്കൽ ലൈവ്, നാടകം, കാഴ്ചവരവ്, ഫോക്ക് മെഗാ ഷോ തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും. പാട്ടുത്സവം ഡിസംബർ 10-ന് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി ചിദംബരനാഥ് UP സ്കൂളിൽ ഡിജിറ്റൽ ക്ലാസ് റൂം പ്രഖ്യാപനവും ഉദ്ഘാടനവും നടന്നു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV സുചിത്ര ഉദ്ഘാടനം നിർവഹിച്ചു. രാമന്തളി ചിദംബരനാഥ് UP സ്കൂൾ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനവും ഉദ്ഘാടനവും നടന്നു. കുട്ടികളുടെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്ന മികച്ച ചുവടുവയ്പ്പാണ് ക്ലാസ് റൂമുകളുടെ ഡിജിറ്റൽ പ്രഖ്യാപനം. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV സുചിത്ര ഉദ്ഘാടനം നിർവഹിച്ചു. എത്ര വേഗമാണ്, എത്ര വലിയ മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കാണ് തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും എല്ലാ സൗഭാഗ്യങ്ങളും. മറ്റു വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളുടെ അല്ലെങ്കിൽ ചട്ടക്കൂടിന്റെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്നവരാണ്. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് KK ശ്രീധരൻ, BPC വിനോദ് കുമാർ, പ്രധാനാധ്യാപകൻ K ജയരാജൻ, PTA പ്രസിഡന്റ് PV ദിനേശൻ,
ബിന്ദു MV, സൈനുദ്ദീൻ, അജിത, മിനി, ജയരാജ് P, മാസ്റ്റർ വൈഷ്ണവ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്നൂർ ശ്രീ തലേനേരി പൂമാല ഭഗവതിക്കാവ് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവ സ്മരണിക കാവോല പ്രകാശനം ചെയ്തു. കവി മാധവൻ പുറച്ചേരി പ്രകാശനം നിർവഹിച്ചു. അന്നൂർ ശ്രീ തലേനേരി പൂമാല ഭഗവതിക്കാവ് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവ സ്മരണിക കാവോല സുവനീർ പ്രകാശനം ക്ഷേത്രസന്നിധിയിൽ നടന്നു. കവി മാധവൻ പുറച്ചേരി പ്രകാശനം നിർവഹിച്ചു. മലബാറിന്റെ ജീവിതത്തെ സമഗ്രമായ ചില നവ്യ അനുഭൂതികൾ നൽകുന്നത് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ഈ സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങളുടെ നിരവധി അതിരുകളാണ്. എത്ര വൈവിധ്യമാണെന്ന് പറയാൻ പറ്റില്ല. മറ്റു പലരും വളരെ വിശദമായി പറഞ്ഞു. പക്ഷേ ഭക്ഷണ വൈവിധ്യം ഇവിടെ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാചക വിദഗ്ധൻ നമ്മുടെ നാട്ടിലൂടെ ഉണ്ട്. P. വിജയൻ മാസ്റ്റർ സ്മരണികയെക്കുറിച്ച് സംസാരിച്ചു. സുവനീർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ E. ശ്രീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം KU മനോജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. PV അശോകൻ മാസ്റ്റർ, P. വിനോദ്, R. ഹരീന്ദ്രൻ, T. ജയകൃഷ്ണൻ, T. അശോകൻ, P. ഭാസ്കരൻ പണിക്കർ, KV ഭാസ്കരൻ, VK ദാമോദരൻ, പത്മനാഭൻ പെരിങ്ങാപ്പുറത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.